നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. 1000 വർഷം മുൻപ് ഇന്ത്യൻ മഹാസമുദ്രം അടക്കിവാണ ഒരു പുരാതന ഇന്ത്യൻ മഹാശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ചോള കാലഘട്ടത്തിലെ കവിതയിലുള്ള ഈയൊരു വരി മാത്രം മതി അവരുടെ കടലിലെ ശക്തി എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഒരു ഇതിഹാസത്തിന്റെ തുടക്കം തന്നെ ഇവിടെ നിന്നാണ്. അതെ, ഇതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം. എങ്ങനെയാണ് ചോള രാജവംശം കടലിന്റെ അധിപന്മാരായത്? എന്തായിരുന്നു അവരുടെ രഹസ്യം? 11ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ ഒന്നാമൻ, പിന്നെ അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോളൻ എന്നിവരുടെയൊക്കെ കാലത്ത് ബംഗാൾ ഉൾക്കടൽ ശരിക്കും അവരുടെയൊരു സ്വന്തം കളിസ്ഥലം പോലെയായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഇതിനെ ചോള തടാകം എന്ന് വിളിക്കുന്നത്. പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ബ്ലൂ വാട്ടർ നാവി ചോളന്മാരുടേതായിരുന്നു എന്നാണ്. അതായത് സ്വന്തം തീരത്ത് നിന്ന് ഒരുപാട് ദൂരെ ആഴക്കടലിൽ പോയി യുദ്ധം ചെയ്യാനും അധികാരം സ്ഥാപിക്കാനും കഴിവുള്ള ഒരു നാവികസേന. ഇതിനവരെ സഹായിച്ചത് ഒരു പ്രത്യേകതരം എഞ്ചിനീയറിംഗ് ടെക്നിക്കാണ്. കപ്പലുകളുടെ അടിത്തട്ടിൽ ഭാരമേറിയ ഗ്രാനൈറ്റ് കട്ടകൾ ഘടിപ്പിച്ച് ആഴക്കടലിലെ ഭീമൻ തിരമാലകളെപ്പോലും അതിജീവിക്കാൻ ശേഷിയുള്ള കപ്പലുകൾ അവർ നിർമ്മിച്ചു. ഈ ഒരു സാങ്കേതിക വിദ്യയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഉള്ളറകളിലേക്ക് അധികാരം വ്യാപിപ്പിക്കാൻ അവരെ സഹായിച്ചത്. രാജേന്ദ്ര ചോളൻ ഒന്നാമനെ ആളുകൾ സ്നേഹത്തോടെയും ഭയത്തോടെയും വിളിച്ചിരുന്നത് സമുദ്രങ്ങളുടെ അധിപൻ എന്നായിരുന്നു. ഇപ്പോൾ ഏറ്റവും രസകരമായ ചോദ്യം, എങ്ങനെയാണ് അവർക്ക് ഈ പേര് കിട്ടിയത് എന്നതാണ്. അത് നമ്മളെ അവരുടെ ഏറ്റവും ധീരവും അതിശയകരവുമായ ഒരു സൈനിക മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകും. AD 1025 രാജേന്ദ്ര ചോളൻ ഒന്നാമൻ അവിശ്വസനീയമായൊരു കാര്യമാണ് ചെയ്തത്. കന്നി പോലുള്ള വേഗതയേറിയ നിരീക്ഷണ കപ്പലുകളും ധരണി പോലുള്ള വലിയ യുദ്ധക്കപ്പലുകളും അടങ്ങുന്ന ഒരു സൈന്യവുമായി അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരപാത നിയന്ത്രിച്ചിരുന്ന ശക്തരായ ശ്രീവിജയ സാമ്രാജ്യത്തിനെതിരെ ഒരു കൂറ്റൻ നാവികാക്രമണം നടത്തി. ഇതിന്റെ കാരണങ്ങൾ പലതായിരുന്നു. ഒന്നാമത്, ശ്രീവിജയൻ സാമ്രാജ്യം മലാക്ക കടലിടുക്കിലൂടെയുള്ള കച്ചവടത്തിന് വലിയ തടസ്സങ്ങളുണ്ടാക്കി. രണ്ടാമത്, ചോളന്മാരുടെ സഖ്യകക്ഷിയായ ഖെമർ സാമ്രാജ്യത്തിന് സഹായം വേണമായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി, ചൈനയുമായുള്ള കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം സുരക്ഷിതമാക്കേണ്ടതുണ്ടായിരുന്നു. അവരുടെ പ്ലാൻ ശരിക്കും ബ്രില്യൻ്റ് ആയിരുന്നു. ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴിയിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് പിന്നിൽ നിന്ന് ആക്രമിക്കുക. ഇതൊരു ക്ലാസിക് സൈനിക തന്ത്രമായിരുന്നു. ഇത് അവരുടെ തന്ത്രപരമായ ചിന്തയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർക്ക് വലിയ കപ്പലുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഒരു സാമ്രാജ്യത്തെ മുഴുവൻ കബളിപ്പിക്കാൻ പോന്ന ബുദ്ധിയുമുണ്ടായിരുന്നു. കടലിൽ നിന്ന് ആനകളെപ്പോലും കരയ്ക്കിറക്കി ആക്രമണം നടത്താനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു എന്ന് ഓർക്കണം. എന്നാൽ ഇവിടെയാണ് കഥയൊന്ന് സങ്കീർണമാകുന്നത്. നമ്മൾ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ ഒരു സ്ഥിരം നാവികസേനയുടെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ 2 വാദങ്ങളുണ്ട്. ഒരു വശത്ത് കടലിന്റെ അധിപന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ ഒരു നാവികസേനയുടെ കഥ. മറുവശത്ത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷേത്രങ്ങളിലെ ശിലാശാസനങ്ങളിലൊന്നും ഒരു നാവി അഡ്മിറലിന്റെയോ സ്ഥിരം നാവികസേനയുടെയോ പേരുകളില്ല എന്നതാണ്. പ്രൊഫസർ Y. സുബ്ബറായലുവിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ഇതാണ്: ചോളന്മാർ അവരുടെ കാലാൾപ്പടയും കുതിരപ്പടയും കുറിച്ചെല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക നാവിക ഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു സ്ഥിരം നാവികസേന ഇല്ലായിരുന്നെങ്കിൽ പിന്നെങ്ങനെയാണ് അവർ ഇത്രയും വലിയൊരു സമുദ്രശക്തിയായത്? ഇവിടെയാണ് ചോളന്മാരുടെ യഥാർത്ഥ പ്രതിഭ നമ്മൾ കാണുന്നത്. അവരുടെ ശക്തി ഒരു സ്ഥിരം നാവികസേനയിലായിരുന്നില്ല, മറിച്ച് 3 പ്രധാന കാര്യങ്ങളിലുള്ള അവരുടെ അറിവിലായിരുന്നു. നമുക്കവ ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത്, മൺസൂൺ കാറ്റിനെക്കുറിച്ചുള്ള അവരുടെ അറിവാണ്. കാറ്റ് എപ്പോൾ എങ്ങോട്ട് വീശുമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ ഒരു സീസണൽ ഹൈവേ പോലെ അവർ ഉപയോഗിച്ചു. രണ്ടാമതായി, നക്ഷത്രങ്ങളെ നോക്കി ദിശയറിയാനുള്ള അവരുടെ കഴിവ്. ധ്രുവനാടി പോലുള്ള സങ്കീർണമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കരകാണാതെ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ അവർക്ക് സാധിച്ചു. ആധുനിക ഉപകരണങ്ങൾ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപാണിത്. മൂന്നാമത്തേതും ഏറ്റവും നിർണായകമായ കാര്യമിതാണ്: അവർക്ക് സ്വന്തമായി ഒരു വലിയ നാവികസേന ഇല്ലായിരുന്നെങ്കിലും ഐനുറ്റുവർ പോലുള്ള വലിയ വ്യാപാരി സംഘങ്ങളുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരു യുദ്ധം വരുമ്പോൾ ഈ വ്യാപാരികൾ അവരുടെ ആയിരക്കണക്കിന് കപ്പലുകൾ സൈന്യത്തിന് വിട്ടുകൊടുക്കുമായിരുന്നു. ഇതായിരുന്നു അവരുടെ യഥാർത്ഥ ശക്തി. സമുദ്രശക്തിയുടെ ഈ ഒരു യുണീക്ക് മോഡൽ യുദ്ധങ്ങൾ ജയിക്കാൻ മാത്രമല്ല അവരെ സഹായിച്ചത്, തലമുറകളോളം നിലനിൽക്കുന്ന ഒരു സ്വാധീനമുണ്ടാക്കാനും അവർക്ക് സാധിച്ചു. അവരുടെ ആധിപത്യം കാരണം ദക്ഷിണേന്ത്യൻ കലയും സംസ്കാരവും ഭാഷയുമെല്ലാം തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിച്ചു.
കംബോഡിയയിലെ അങ്കോർ വാട്ട് പോലുള്ള നിർമ്മിതികളിൽ പോലും ചോള സ്വാധീനം കാണാൻ സാധിക്കും. ഈ സാംസ്കാരികവും സാമ്പത്തികവുമായ മുദ്ര ഇന്നും നമുക്ക് അവിടെ കാണാം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇന്നിത് ചർച്ച ചെയ്യുന്നത്? കാരണം 11ാം നൂറ്റാണ്ടിൽ ചോളന്മാർ നേരിട്ട അതേ തന്ത്രപരമായ വെല്ലുവിളികളാണ് ഇന്ന് ഇന്ത്യ ഇന്തോ പസഫിക് മേഖലയിൽ നേരിടുന്നത്. മലാക്ക കടലിടുക്കിൻ്റെ പ്രാധാന്യം, വ്യാപാര പാതകളുടെ സംരക്ഷണം, ചരിത്രം ഒരു തരത്തിൽ ആവർത്തിക്കുകയാണ്. ചോളന്മാരുടെ കഥ നമ്മളോടൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു നാവിക ശക്തിയെ നിർവചിക്കുന്നത് കൈവശമുള്ള കപ്പലുകളുടെ എണ്ണമാണോ, അതോ ആ കപ്പലുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണോ? ഇത് വെറും നാവിക ഉപകരണങ്ങളെക്കുറിച്ചുള്ള കഥയല്ല, മറിച്ച് അതിനുമപ്പുറം തന്ത്രപരമായ കാഴ്ചപ്പാടിൻ്റെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെയും ഒരു വലിയ പാഠമാണ്. ചിന്തിച്ചു നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ പോലുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു ഇന്ത്യൻ സാമ്രാജ്യം ഇന്ത്യൻ മഹാസമുദ്രത്തെ അവരുടെ സ്വന്തം കളിസ്ഥലമാക്കി മാറ്റിയിരുന്നു. അതെ, ഇത് ചോളന്മാരുടെ കഥയാണ്. അവരുടെ ആ നാവിക വൈദഗ്ധ്യത്തിന് പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് ഒരുമിച്ച് അതൊന്ന് കണ്ടുപിടിക്കാം. ഏതാണ്ടൊരു സഹസ്രാബ്ദം മുൻപ് ബംഗാൾ ഉൾക്കടലിന് ഒരു വിളിപ്പേരുണ്ടായിരുന്നു, ചോള തടാകം. ഇതൊരു വെറും പേരല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജലാശയത്തിന് മുകളിൽ അവർക്കുണ്ടായിരുന്ന ആ സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു ആ പേര്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, ഒരു സമുദ്രത്തെ തടാകം പോലെ കാണാൻ മാത്രം ആത്മവിശ്വാസം, അത് പറയാൻ മാത്രം എന്തുമാത്രം കഴിവ് അവർക്കുണ്ടായിരുന്നിരിക്കണം. ആധുനിക സാങ്കേതിക വിദ്യകളൊന്നുമില്ലാത്ത ഒരു കാലത്ത് ഇത് എങ്ങനെ അവർക്ക് സാധിച്ചു? അപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. അവരുടെ ഈ അവിശ്വസനീയമായ ശക്തിക്ക് പിന്നിൽ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വലിയ യുദ്ധക്കപ്പൽ പടയുടെ പിൻബലമുണ്ടായിരുന്നോ, അതോ ചരിത്രം മറന്നുപോയ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ അതിനു പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇവിടെയാണ് നമ്മൾ ചോള നാവിക സേനയെക്കുറിച്ചുള്ള കെട്ടുകഥകളും യഥാർത്ഥ വസ്തുതകളും തമ്മിൽ വേർതിരിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ കേട്ടറിഞ്ഞ ആ കഥകൾ ശരിക്കും നടന്നതാണോ? നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ചോളന്മാർക്ക് അതിശക്തമായൊരു നാവികസേന ഉണ്ടായിരുന്നു എന്നാണല്ലോ. തിരിശടൈ പോലുള്ള കവചിത യുദ്ധക്കപ്പലുകൾ, ധരണി എന്നറിയപ്പെടുന്ന ഡിസ്ട്രോയറുകൾ, പിന്നെ വേഗതയേറിയ ആക്രമണങ്ങൾക്കായി വജ്ര, അകമ്പടി സേവിക്കാൻ ലൂല എന്നിങ്ങനെ വളരെ വ്യക്തമായൊരു വർഗീകരണം തന്നെ അവരുടെ യുദ്ധക്കപ്പലുകൾക്കുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. പ്രശസ്ത ചരിത്രകാരനായ അനിരുദ്ധ് കനിസെറ്റിയുടെ ഈ വാക്കുകൾ കേൾക്കൂ. ഇത്രയും വലിയൊരു നാവിക വ്യൂഹമുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു കൊത്തുപണിയോ ഒരു ചിത്രമോ പോലും നമുക്ക് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിനൊരു ഉത്തരം ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. STUFT അഥവാ ഷിപ്സ് ടേക്കൺ അപ്പ് ഫ്രം ട്രേഡ്. സംഭവം വളരെ ലളിതമാണ്. ചോളന്മാർക്ക് ഒരു സ്ഥിരം നാവികസേനയുണ്ടായിരുന്നില്ല. പകരം ഒരു യുദ്ധം വരുമ്പോൾ അവരുടെ ആയിരക്കണക്കിന് വരുന്ന വ്യാപാര കപ്പലുകളെ പെട്ടെന്ന് തന്നെ സൈനിക ആവശ്യങ്ങൾക്കായി സജ്ജമാക്കി മാറ്റുകയായിരുന്നു. അതുകൊണ്ട് ചോളന്മാരുടെ യഥാർത്ഥ പ്രതിഭ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒരു നാവികസേനയെ ഉണ്ടാക്കുന്നതിലായിരുന്നില്ല, മറിച്ച് അവരുടെ അതിവിശാലമായ വ്യാപാര കപ്പൽ ശൃംഖലയെ എപ്പോൾ വേണമെങ്കിലും ഒരു മാരകായുധമാക്കി മാറ്റാനുള്ള ആ കഴിവിലായിരുന്നു. അതാണ് അവരുടെ ജീനിയസ്. അപ്പോൾ സ്ഥിരം നാവികസേന അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു അവരുടെ ശക്തിയുടെ യഥാർത്ഥ ഉറവിടം? നമുക്ക് ആ രഹസ്യം തേടി പോകാം. അവരുടെ സാങ്കേതികവും പാരിസ്ഥിതികവുമായ അറിവുകളായിരുന്നു അവരുടെ യഥാർത്ഥ സൂപ്പർ പവർ. ചോളന്മാരുടെ കപ്പലുകൾ അവ വെറും മരക്കഷ്ണങ്ങളായിരുന്നില്ല, അന്നത്തെ കാലത്തെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ തന്നെയായിരുന്നു. തേക്ക്, പ്ലാവ്, ഈട്ടി തുടങ്ങിയ ഏറ്റവും ഉറപ്പുള്ള മരങ്ങൾ ഉപയോഗിച്ചാണ് അവ നിർമ്മിച്ചത്. തങ്കൈ എന്ന ഒരു പ്രത്യേക തുന്നൽ രീതിയും മോർട്ടൈസ് ആൻഡ് ടെനന്റ് ജോയിനറിയും ഒക്കെ ഉപയോഗിച്ച് അവയെ ശക്തമാക്കി. ചകിരിയും ടാറും ഉപയോഗിച്ച് ചെറിയ വിടവുകൾ പോലും അടച്ച് വെള്ളം കയറാതെ സംരക്ഷിച്ചു. കൊടുങ്കാറ്റുള്ള കടലിൽ പോലും പിടിച്ചു നിൽക്കാൻ പാകത്തിന് അവയുടെ ഘടന രൂപകൽപ്പന ചെയ്തിരുന്നു. പക്ഷേ ഈ കപ്പലുകളേക്കാൾ വലിയൊരു രഹസ്യായുധം അവർക്കുണ്ടായിരുന്നു. അതെന്താണെന്നോ? കാറ്റ്. അതെ, മൺസൂൺ കാറ്റുകളെക്കുറിച്ചുള്ള അവരുടെ ആഴത്തിലുള്ള അറിവായിരുന്നു അത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അവരെ ഇന്ത്യയിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് ഒരു ഹൈവേയിലൂടെ എന്ന പോലെ അതിവേഗം എത്തിച്ചു. തിരിച്ച് വടക്ക് കിഴക്കൻ മൺസൂൺ കൃത്യസമയത്ത് ഒരു റിട്ടേൺ ട്രിപ്പ് ഉറപ്പു നൽകി. കടൽ അവർക്ക് പ്രവചിക്കാവുന്ന ഒരു വഴിയായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. കര എവിടെയാണെന്ന് കണ്ടെത്താൻ അവർ പക്ഷികളെ ഉപയോഗിച്ചിരുന്നു. കപ്പലിൽ കാക്കകളെ പോലുള്ള പക്ഷികളെ കൂടെ കൂട്ടും. നടുക്കടലിൽ വെച്ച് ഒരെണ്ണത്തിനെ പറത്തിവിടും. ആ പക്ഷി കപ്പലിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അതിന്റെ അർത്ഥം അടുത്തെങ്ങും കരയില്ല എന്നാണ്. എന്നാൽ അത് ദൂരേക്ക് പറന്നുപോയാലോ? ഉറപ്പാണ്, ആ ദിശയിൽ കരയുണ്ട്. എത്ര ലളിതവുമെന്നാൽ അങ്ങേയറ്റം ഫലപ്രദവുമായ ഒരു ടെക്നിക്ക് അല്ലേ? പക്ഷേ
പക്ഷികളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നില്ല അവർ. രാത്രിയായാൽ ധ്രുവനക്ഷത്രവും മറ്റു നക്ഷത്ര സമൂഹങ്ങളുമൊക്കെ അവർക്ക് വഴികാട്ടിയായി. പ്രശസ്ത സഞ്ചാരിയായ മാർക്കോ പോളോ പോലും ചോളന്മാരുടെ പൈലറ്റ് പുസ്തകങ്ങളെയും കടൽ ചാർട്ടുകളെയും കുറിച്ച് അത്ഭുതത്തോടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ മത്സ്യയന്ത്രം എന്നറിയപ്പെടുന്ന ഒരുതരം ആദ്യകാല മാഗ്നറ്റിക് കോമ്പസും അവർ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇത്രയൊക്കെ കേട്ടപ്പോൾ ഈ അറിവെല്ലാം വെച്ച് അവരെന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ? അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് AD 1025 നടന്ന ഒരു സൈനിക നീക്കം. ചോളന്മാരുടെ ശക്തി ശരിക്കും ലോകം കണ്ടത് അപ്പോഴാണ്. ഈ ഒരു സംഖ്യ നോക്കൂ, 2300 കിലോമീറ്റർ. ചോള തുറമുഖമായ നാഗപട്ടണത്തിൽ നിന്ന് ശ്രീവിജയ സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ദൂരമായിരുന്നു അത്. ഇന്നത്തെ കാലത്ത് പോലും ചിന്തിക്കാൻ പ്രയാസമുള്ള അത്രയും ദൂരം അവർ കടലിലൂടെ താണ്ടി, അതും ഒരു വലിയ കപ്പൽ പടയുമായി. അവരുടെ പ്ലാൻ എന്തായിരുന്നെന്നറിയാമോ? വേഗതയും അപ്രതീക്ഷിത ആക്രമണവും. ഒരു മിന്നലാക്രമണം തന്നെ. 1025 ജനുവരിയിൽ മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ യാത്ര തുടങ്ങി വെറും 15 ദിവസങ്ങൾക്കുള്ളിൽ അവർ ശ്രീവിജയയെ ആക്രമിച്ചു. ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കം. അവരുടെ പ്രധാന തുറമുഖങ്ങളെല്ലാം കൊള്ളയടിച്ചു. ഇത് ശ്രീവിജയ സാമ്രാജ്യത്തിന്റെ നടുവൊടിക്കുന്ന ഒരു പ്രഹരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനായിരുന്നു ഇങ്ങനെയൊരു ആക്രമണം? പ്രധാന കാരണം വ്യാപാര വഴികളിൽ ശ്രീവിജയ സാമ്രാജ്യം നടത്തിയ ഇടപെടലുകളായിരുന്നു. ചോളന്മാരുടെ ചൈനയുമായുള്ള ലാഭകരമായ വ്യാപാരത്തിന് അവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതോടൊപ്പം ചില രാഷ്ട്രീയ സഖ്യങ്ങളും രാജകീയ പ്രതാപം വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. അവരുടെ തന്ത്രം വളരെ ലളിതമായിരുന്നു, പക്ഷേ അത്രത്തോളം തന്നെ വിനാശകരവും. എന്താണെന്നോ? ആക്രമിക്കുക, കൊള്ളയടിക്കുക, എന്നിട്ട് തിരിച്ചു പോവുക. അത്രയുള്ളൂ. അവിടുത്തെ പ്രദേശം പിടിച്ചടക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. മറിച്ച് ശ്രീവിജയെ സാമ്പത്തികമായും സൈനികമായും തളർത്തി ചോളന്മാരുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാകുന്നത്? എന്തായിരുന്നു ചോളന്മാരുടെ വിജയത്തിന് പിന്നിലെ ആ യഥാർത്ഥ രൂപരേഖ? ആ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ചോള സാമ്രാജ്യത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈയൊരു വാക്ക് അറിഞ്ഞിരിക്കണം: തലാസോക്രസി. അതായത് കടലിനെ അടിസ്ഥാനമാക്കി മാത്രം ശക്തി ആർജിച്ച ഒരു രാഷ്ട്രം. അവരുടെ പ്രധാന ശക്തി കരയിലായിരുന്നില്ല, കടലിലായിരുന്നു. അവരുടെ ഈ വിജയരഹസ്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഒന്നാമതായി, വാണിജ്യത്തെയും സൈനിക ശക്തിയെയും അവർ രണ്ടായി കണ്ടില്ല, ഒന്നായി കണ്ടു. അയ്യാവോളെ പോലുള്ള വലിയ വ്യാപാര സംഘങ്ങൾ ഭരണകൂടത്തിന്റെ ഒരു ഭാഗം പോലെ തന്നെ പ്രവർത്തിച്ചു. അവർ ആയുധങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ സംസ്കാരവും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തു. പ്രദേശം പിടിച്ചടക്കുന്നതിനേക്കാൾ വ്യാപാരബാധകൾ നിയന്ത്രിക്കുന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നിങ്ങൾ വിചാരിക്കും, 1000 കൊല്ലം മുമ്പത്തെ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തിനാണ്? പക്ഷേ ഈ ചോള മാതൃക ഇന്നും ലോകത്തിലെ നാവിക തന്ത്രങ്ങളിൽ വളരെ പ്രസക്തമാണ്. കടൽപാതകൾ നിയന്ത്രിക്കുക, ശക്തി പ്രകടിപ്പിക്കുക, വ്യാപാരം സംരക്ഷിക്കുക. 21ാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിലും സമുദ്ര സുരക്ഷയിലും ഈ തത്വങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ബാക്കിയാവുന്നത്. വാണിജ്യപരവും സമുദ്രപരവുമായ ശക്തിയുടെ ഈ ചോള മാതൃക ഇത്ര ഫലപ്രദമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു ഭരണകൂടത്തിനും അത് അതേപോലെ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല? ഇത് ചോളന്മാരുടെ നേട്ടത്തിന്റെ ആ അതുല്യതയെക്കുറിച്ച് നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നു. ഒരുപക്ഷെ അവരുടെ രഹസ്യങ്ങൾ ഇന്നും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം.